റിപ്പീറ്റ് ചെയ്ത് കാണാറുള്ളത് ആരുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് ആണ്? കെവിൻ റിപ്പീറ്റ് ചെയ്ത് കാണുന്നത് ആരുടെ റീൽസ് ആണ്? അയ്യോ, മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കും. ഞാനല്ലേ? കെവിന്റെ ക്രഷിന്റെ ഒക്കെ ആയിരിക്കത്തില്ലേ? പിന്നോ ഉണ്ടോ നിനക്ക് അങ്ങനൊക്കെ? ഉണ്ടായിക്കൂടെ? ഇല്ല. അതെന്താ എനിക്ക് ആയിക്കൂടെ? ഇപ്പൊ ഫീഡി വന്ന് കിടക്കുന്ന എഴുതാം. ഫീഡിൽ ഇപ്പൊ വരുന്നതാ. അല്ല, നമ്മുടെ മനസ്സിലുള്ളതാണല്ലോ ഫീഡിൽ വരിക അല്ലേ? അല്ലല്ല, ഒരെണ്ണം വരും, പിന്നെ ഒരെണ്ണം വരും, പിന്നെ ഇൻട്രസ്റ്റ് വന്ന് അതെന്നെ പറഞ്ഞേ. ഞാൻ അതിനു വേണ്ടി കാണുന്നതല്ല. ഓക്കെ, നമുക്ക് ആലോചിക്കാം. ആൻസർ കാണട്ടെ. നിക്ക് ഞാൻ എഴുതി. അവൻ എടുത്ത് കാണുന്ന വീഡിയോ ഞാൻ താഴെ എഴുതിയതാ. ഓക്കെ, ശരി. താഴെ എഴുതിയ ചില ഓഡിയോ ഡബ് ചെയ്ത വീഡിയോസ് കാണാം. നല്ല രസാ കാണാൻ. അത് ഫീൽഡിൽ വന്ന് കിടക്കുന്ന മൊത്തം അതാ. ആണോ? അത് എനിക്ക് കൂടെ ഈ നാറി അയച്ചു. അല്ല, ഞാൻ എടുത്തു കാണുന്നില്ല. ആഷിറിന്റെ വീഡിയോ ഇപ്പോഴത്തെ അല്ല, പണ്ടത്തെ ഞാൻ എടുത്തു. നല്ല രസാ പണ്ടത്തേത് കാണാൻ. ഇപ്പോഴത്തെ ഇതൊന്നല്ല, ഇപ്പോഴത്തേനേക്കാളും കുറച്ചുകൂടെ ഇഷ്ടം പണ്ടത്തേത് കാണാനാ. ആദ്യത്തെ. ശരി. ഓക്കെ, ഡീൽ. അടുത്ത ക്വസ്റ്റ്യൻ. ഹോംവർക്ക് ചെയ്യാതെ ഇരുന്ന സമയം എവിൻ ക്ലാസ്സിൽ പറയുന്ന കള്ളത്തരം എന്ത്? ആലോചിക്കേണ്ടി പോലും മന്ത്രി കെവിൻ എഴുതി തുടങ്ങി എസ്സേ ഒക്കെ. കള്ളത്തരം പറയാൻ ഭയങ്കര അടിപൊളിയാണല്ലേ? ലോജിക്കൊക്കെ നോക്കിട്ടാ കള്ളത്തരം പറയുന്നത്. സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി ഏത് സ്ഥലത്തുനിന്ന് വിചാരിക്കും, ഇത് നേരത്തെ പ്ലാൻ ചെയ്യല്ല. ഓക്കെ, എഴുതിയോ? എഴുതി. ഓക്കെ, നോട്ടെ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹോംവർക്ക് ഉണ്ടായിരുന്നോ? സോറി ടീച്ചർ ആണോ? ഇത് കള്ളമല്ലടാ. അല്ല, ഞാൻ മറന്നുപോയെന്ന് പറയത്തില്ല. ഈ ടീച്ചർ ഇതുണ്ടായിരുന്നോ? ഏതേലും ഒരെണ്ണമെങ്കിലും ചെയ്തു വെക്കും. 4-5 ഹോംവർക്ക് ഉണ്ടെങ്കിൽ ഏതേലും ഒന്ന് ചെയ്യും. ഈ ടീച്ചറെ ഒന്നല്ലേ തന്നുള്ളൂ. മറ്റേ ഞാൻ എന്തോ അങ്ങോട്ട് ബാധിക്കും. അയ്യോ സോറി ടീച്ചറെ, ഞാൻ പരിപാടി ഉണ്ടെന്ന് എഴുതി. ഷൂട്ട് ഉണ്ടായിരുന്നു. സോറി, എനിക്ക് പറ്റില്ല. ഇവ അങ്ങനെ ആണോ? പിന്നെ അത് എടാ, വരാത്തപ്പോ ചോദിക്കത്തില്ലല്ലോ നീ എന്തോ എഴുതി വെച്ചേക്കും. അല്ല ഏട്ടാ, ഇങ്ങനെ എന്നോട് പറയുന്ന കള്ളത്തിലാന്ന് തോന്നുന്നല്ലേ? വിശ്വസിക്കല്ലേ ഇവനെ? ഓക്കെ, അടുത്തത്. നിങ്ങൾ രണ്ടുപേരിൽ ഏറ്റവും താമസിച്ച് ഉറക്കം എഴുന്നേൽക്കുന്നത് ആര്? എന്റെ ഊഹം ശരിയാണെങ്കിൽ കെവിനായിരിക്കും. ഇത്ര നേരം കേട്ട രീതിക്ക്. നോക്കട്ടെ, എഴുതിയോ? നോക്കട്ടെ. ഓക്കെ, ഞാൻ ഒട്ടൊരുമൈ. വീണ്ടും പാടാണ് രാവിലെ എഴുന്നേക്കാൻ. അതെ. ഞാൻ എന്നെ തൊട്ട് വിളിച്ചാൽ പോലും ഞാൻ ചാടി എഴുന്നേക്കും. അതിപ്പോ നാളെ എന്തേലും പരിപാടിയോ എന്തേലും കാര്യങ്ങളോ തലയെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നാളെ ഇതുണ്ടെന്ന് പറഞ്ഞ് കിടക്കും. അപ്പൊ അമ്മ നിങ്ങൾ താഴെ വന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. ഞാൻ ചാടി എഴുന്നേറ്റ് പെട്ടെന്ന് ഇവര് വരാൻ സമയം. ഞാൻ ഭയങ്കര ലേറ്റാ എല്ലാ കാര്യത്തിലും. സ്വന്തമായിട്ട് അംഗീകരിച്ചല്ലോ ലേറ്റാ. പക്ഷെ എല്ലാം പെട്ടെന്ന് ചെയ്തോളൂ ഞാൻ. അതും കൂടെ പറ, കറക്റ്റ് സമയത്ത് ചെയ്തോളൂ. ലേറ്റ് ആണല്ലോ. ഇതിന്റെ പേരിൽ നിങ്ങൾ വഴക്കുണ്ടാവാറായിരിക്കും മിക്കവാറും. പണ്ടൊക്കെ ഉണ്ട്, ഇപ്പൊ ഞാൻ മാറ്റി. ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അങ്ങനെ പോകത്തുള്ളൂ. അതൊന്ന് മാറ്റിക്കൂടെ നമുക്ക്? ലാസ്റ്റ് പാത്രം എല്ലാം കഴുകിയിട്ട് ഇറങ്ങുന്ന ഞാനാ ഇവിടുന്ന്. യാത്രക്ക് ലേറ്റ് പണി ഉണ്ടോ? അതുകൊണ്ടാ. എന്ത്? അങ്ങനല്ല, ഞാൻ ആസ്വദിച്ചൊക്കെയാ കഴിക്കുന്നത്. ഞാൻ ഭയങ്കര മെല്ലെ കഴിച്ച് മെല്ലെ കഴുകി. ഓക്കെ, ശരി. അടുത്തത്. ഷൂട്ടിംഗ് ഫ്ലോറിൽ ഏറ്റവും കൂടുതൽ റീടേക്ക് എടുത്തിട്ടുള്ളത് ആര്? ആണോടാ? സീരിയസ്ലി? പെട്ടെന്ന് പതറും. ടെൻഷൻ പോടാ. അങ്ങനൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരിൽ വെച്ച് ഏറ്റവും കൂടുതൽ റീടേക്ക് ഒന്നും ഇതുവരെ പോയിട്ടില്ല. അവിടെ റീടേക്ക് തെറ്റ് വന്നിട്ടുള്ള എനിക്കാ. ഇത് മഞ്ജു ആന്റിക്ക് പിടി കിട്ടും. എത്ര വർഷം നിന്നാ മഞ്ജു ആന്റിക്ക് പിടി കിട്ടും. ബമ്പർശ്ശേരിയെ പറ്റി സംസാരിച്ചോണ്ട് ഞാൻ ചോദിക്കുക, നിങ്ങൾ തമ്മിലുള്ള വൈബ് എങ്ങനെയാ മൊത്തത്തില്? അതായത് ബമ്പർശ്ശേരി ഫ്ലോറ്, മഞ്ജേച്ചി, കാർത്തിക്, ബാക്കി എല്ലാരും ഫാമിലി വൈബ്. അതാ, അതായത് ആ ഒരു എന്തുവാ, ഞാൻ ഒരെണ്ണത്തിൽ പറഞ്ഞതാ. അപ്പൊ ഇവരെന്നെ കളിയാക്കി വിട്ടാ. അവര് ജഡ്ജസിനെ പോലെ അല്ല. വേറെ പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ അവര് ജഡ്ജസിന്റെ ഇതിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവരങ്ങനല്ല. കളിയാക്കാനാണ് മുഖത്ത് നോക്കി കളിയാക്കും. കൊള്ളത്തില്ല. എന്തിനാണ് വന്നത്? പൊക്കോ എന്ന് പറയും. അതുപോലെ നല്ലതാന്ന് പറയും. അവിടെ ഏറ്റവും കൂടുതൽ കമ്പനി ആരാ? ആ 3 പേരിൽ അവിടെ ഇരിക്കുന്നത് ജഡ്ജസിൽ? അത് മഞ്ജുവിന്റെ
ആണോ? നിങ്ങൾ പേഴ്സണലി ഒക്കെ കോണ്ടാക്ട് ഉണ്ടോ? ഓക്കെ. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ടോ? അതായത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോ ചിലത് ഉണ്ട്. ഒപ്പീനിയൻസ് ഒക്കെ ചോദിക്കും. ചേച്ചി ഞാൻ എങ്ങനെ എന്താ ചെയ്യേണ്ടത് അതൊക്കെ ചോദിക്കും. ആ ഓക്കെ. അപ്പൊ അവൈലബിൾ ആണ് ആന്റി അവിടെ? ഓക്കെ ശരി, അടിപൊളി. അടുത്തത്, കുറച്ചു നേരം മിണ്ടാതെ ഇരിക്കണമെങ്കിൽ എവിന് കൊടുക്കാൻ പറ്റിയ ഒരു ഫുഡ് ഐറ്റം. കുറച്ചു നേരം വാ അടപ്പിച്ച് മിണ്ടാണ്ടിരിപ്പിക്കാൻ എവിന് കൊടുക്കേണ്ട ഒരു ഫുഡ് ഐറ്റം, അതായത് ഫേവറേറ്റ് ഫുഡ് ആയിരിക്കും. ഇത് കൊടുത്താൽ അവൻ കുറച്ചു നേരം അതും നുണഞ്ഞോണ്ട് അവിടെ ഇരുന്നോളും, വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് തോന്നുന്നൊരു സാധനം. അയ്യോ ഇവിടെ ആരാ കെവിനെ ഇത് പറയണം, ഇത് പറയണം. തെറ്റിദ്ധരിച്ചാരും വായിക്കല്ലേ. കണ്ടിട്ട് തീരുമാനിക്കാം. റെഡിയാണോ? നില്ല്. എനിക്ക് ഇഷ്ടങ്ങളാണ് ഒത്തിരി ഉണ്ട്, പക്ഷെ കോമൺ ആയിട്ട് വായിലൊരു സാധനമായിരുന്നു. ഓക്കെ റെഡി, കാണിച്ചോ. തൈരോ? ആ ശരിയാ. ഓക്കെ. തൈര് അത് കെവിന് നിന്ന് വായിച്ചു തരോ? ഞാൻ ഇടാൻ മലയാളം അറിയത്തില്ല, തയ്യെന്നിടാൻ മറന്നു. അല്ല, തൈര് പഞ്ചസാര കലക്കി കുടിക്കാനല്ല. ആ അത് ഞാൻ ദോശ ഏത് ടൈപ്പിൽ വന്നാലും ദോശ ഭയങ്കര ഇഷ്ടമാണ്. കെവിന് ഇഷ്ടമുള്ള ഫുഡ് ഏതാ? എനിക്ക് അങ്ങനൊന്നുമില്ല. ഇവന് പിന്നെ പൊട്ടറ്റോ മെഴുക്ക് വരട്ടി ഭയങ്കര ഇഷ്ടമാണ്. അത് ഇഷ്ടമാണ്, എനിക്ക് എന്തെന്നാലും കഴിച്ചോളും. പിന്നെ ഇവന് പൊട്ടറ്റോ ഭയങ്കര ഇഷ്ടമാണ്, കിഴങ്ങിന്റെ എന്ത് കൊടുത്താലും കഴിക്കും. എനിക്ക് തോന്നുന്നു ഇത്രയും നേരം നിങ്ങൾ തമ്മിൽ കറക്റ്റ് ഒന്ന് മാച്ച് ആയി വന്ന രണ്ട് ആൻസേഴ്സ് ആണ്. അതെ, ബാക്കിയെല്ലാം ഡിഫറെന്റ് അല്ലേ? അതെ, തുടക്കത്തിൽ ഒത്തിരിമയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തത്, കെവിന് പൊസസീവ്നെസ് ഉണ്ടെന്ന് മനസ്സിലായ ഒരു സിറ്റുവേഷൻ. നിങ്ങൾ തമ്മിലുള്ള പൊസസീവ്നെസ് ആട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ അതായത് ഇപ്പൊ എനിക്ക് വേറൊരുത്തനോട് കൂടുതൽ സംസാരം അല്ലെങ്കിൽ കൂടുതൽ കമ്പനി ആകുമ്പോഴത്തേക്ക് ഞാൻ പൊസസീവ് അടിക്കാറുണ്ടോ? അങ്ങനെ അത് വേണം, ഒറ്റയടിക്ക് മുഖത്ത് നോക്കി ഞാൻ പറയാം. ഇല്ല, അങ്ങനെ ഇല്ല. ആരോടും പൊസസീവ്നെസ് ഇല്ല. ആരോടും ഒന്നും. എനിക്ക് ഇവനോട് എന്തിന്? ഇല്ല, ഇവന് സംസാരിക്കാൻ. പിന്നെ ഞാൻ ഇവനെ കൂട്ടിയിട്ട് വളർത്തില്ലേ. അങ്ങനെ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഇവൻ മിണ്ടേണ്ടത് ഇല്ലല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, അതാ ഞാൻ മുഖത്ത് നോക്കി വേണം. ഞാനും ഒന്നും ഇല്ലാന്ന് എഴുതാൻ ബാക്കി മലയാളം ഒന്നുമില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അങ്ങനെ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് പൊസസീവ്നെസ്സും പ്രശ്നമൊന്നുമില്ല. എനിക്കില്ല. ഓക്കെ, എനിക്കില്ല. ഇത് അടുത്ത ക്വസ്റ്റ്യൻ സത്യസന്ധമായിട്ട് പറയണം കേട്ടോ. എവിന്റെ ഗേൾ ഫ്രണ്ട് കൊടുത്ത് ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു ഗിഫ്റ്റ്, അത് പറയും. നമ്മളിന്ന് പൊളിക്കും. ഹൈപ്പ് കയറ്റി കിട്ടോ കേട്ടോ, അങ്ങോട്ടൊക്കെ പോകണ്ട. അവൻ ചിരിക്കുന്നു, എന്തോ കോമഡി ഒക്കെ എഴുതി വെക്കുന്നതെന്ന്. ഉള്ളത് തന്നെയല്ലേ? ഉള്ളത് തന്നെയല്ലേ? ഇപ്പൊ ഉള്ളത് കാണിക്കാം. ശരി, ഓക്കെ. ഇത്രമാത്രം ഗിഫ്റ്റ്സാ? അതൊക്കെ ഉണ്ട്. ഗേൾ ഫ്രണ്ട് ഇല്ല, അങ്ങനെ ഒരാളെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇത് എഴുതാനാണ് ഇത്രയും സമയം. ഹൈപ്പ് വന്നില്ലേ? ഹൈപ്പ് വന്നു, ത്രില്ലായില്ലേ? എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ സെലിബ്രിറ്റീസ് ആണ്, ഈ പറഞ്ഞ പോലെ ടിവിയിലും ഒക്കെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട്സ് ഇല്ലാന്ന് പറഞ്ഞ രണ്ടുപേർക്കും എനിക്കില്ല. വീട്ടിലിരിക്കുന്നുണ്ടായിരിക്കും. അല്ലല്ല, അപ്പനും കേൾക്കുന്ന നമുക്ക് വെളിയിരുന്ന് സംസാരിക്കാം. സത്യം പറ. ഇല്ല, എനിക്ക് പേടിയൊന്നുമില്ല. ഇല്ല സത്യമായിട്ടില്ലേ? ഇതുവരെ ഒരു മെസ്സേജ് പോലും, ഒരു ലവ് ലെറ്റർ ഞാൻ ചോദിക്കുന്നില്ല. ലവ് ലെറ്റർ ഒന്നുമില്ല. മെസ്സേജ് ഒക്കെ വന്നിട്ടൊക്കെ എന്ത് ഹായ് എന്നൊക്കെ പറഞ്ഞു. സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർക്ക് ആർക്കും നിങ്ങളുടെ ഇല്ല. ഈ ഇൻസ്റ്റയില് റിക്വസ്റ്റില് ഒത്തിരി ഒന്നും ഇല്ല, 2-3 വല്ലതും വന്നാലേ. പ്രപ്പോസൽ ഒന്നും വന്നിട്ടില്ല. അല്ല, അങ്ങനെ ഇൻസ്റ്റയില് വന്നത് അതെങ്കിലും പറയാൻ അത് അങ്ങനെ വായിക്കാനൊന്നുമില്ല. ചേട്ടാ പരിപാടിയല്ല, ആദ്യമേ ഫാൻ ഇതാന്നൊക്കെ പറയും, ചേട്ടനെ എനിക്ക് ഇഷ്ടമാന്ന് പറയും. അത് കൂടുതൽ ഞാൻ എടുത്തു നോക്കത്തില്ല, എന്റെ കൂട്ടുകാരന്മാർക്ക് ഇത് അയച്ചു കൊടുക്കുന്നു. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. ആണോ? വിഷമമുണ്ടോ? പിന്നെ അവന്മാർക്ക് മിക്കപ്പോഴും എന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇതിന്റെ എനിക്കറിയത്തില്ല. ഇവന്റെ ഒക്കെ പേര് പറഞ്ഞ അവന്മാര് ചാറ്റ് ചെയ്യും. അവന്മാര് പിന്നെ അങ്ങ് ചാറ്റാ. നിങ്ങൾ പാസ്വേഡ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ? അല്ല, ആ പ്രൊഫൈലിൽ അതായത് ഞങ്ങളുടെ കൂട്ടുകാരന്മാരുടെ ലിസ്റ്റ്, ഫോളോ ലിസ്റ്റ് ഒക്കെ നോക്കുമ്പോ കാണുമല്ലോ. ചിലപ്പോ എടുത്ത അവന്മാരത്ത് ചോദിക്കും, അറിയാവോ, ഫ്രണ്ടാണോ? ഞങ്ങളുടെ ഫ്രണ്ടാ, എപ്പോഴും കാണാറുണ്ട് എന്നും പറഞ്ഞ് ഇവന്മാര് പിന്നെ അങ്ങ് തുടങ്ങും. ഇവന്മാര് ചാറ്റെല്ലാം എനിക്കിങ്ങനെ അയച്ചു തരും.
ഞങ്ങക്ക് ഒന്ന് നന്ദിയൊക്കെ പറയും. നീയൊക്കെ ഈ കാരണം ഏരിയയില് കുറച്ചുകൂടെ ഒന്ന് ഇവിടെ ചോദിച്ചാൽ മതി, ഇവരൊക്കെ പറഞ്ഞു തരും. ഭയങ്കര കില്ലാടികളാണ് ഈ പരിപാടിയില്. ഓക്കെ, ക്യാമറ പറയിരിക്കുന്നതാണ് 10 തലയാ. 10 തലയാ. ഓക്കെ, അപ്പൊ അതെനിക്ക് വളരെ ഡിസപ്പോയിന്റ്മെന്റ് ആണ്. ഞാൻ വിചാരിച്ചു ഗേൾഫ്രണ്ട്സിന്റെ പേരൊക്കെ ഇങ്ങനെ നമുക്ക് അടുത്ത ഇന്റർവ്യൂവിന് നമുക്ക് ഇതൊക്കെ എഴുതാൻ പറ്റണം. പേരുൾപ്പെടെ നമുക്ക് പേര് വേണ്ട, നമുക്ക് ഗിഫ്റ്റ് എങ്കിലും എഴുതാം. 2026 ജനുവരി ആ മാസത്തിൽ പരീക്ഷ. അത് കഴിഞ്ഞിട്ട് പ്ലസ് ടു അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് പ്ലസ് ടു മാർച്ച് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സമ്മർ വെക്കേഷൻ കഴിയാൻ പോവാ. ഓക്കെ, ഇനിയിപ്പോ കോളേജിലോട്ടൊക്കെ അല്ലേ പോകുന്നത്. നിങ്ങൾ കോളേജിൽ കയറി ചെല്ലുമ്പോഴേ അവിടുത്തെ തരങ്ങളായിരിക്കും തോന്നുന്നു. എല്ലാരും നിങ്ങളെ കണ്ടു മനസ്സിലാക്കും. അത്യാവശ്യം പെൺകുട്ടികളുടെ ഫോളോയിങ്സ് ഒക്കെ ഉണ്ടാവും. താങ്ക് യു. ഓക്കെ, അപ്പോ നിങ്ങൾ രണ്ടുപേരിൽ ചോക്ലേറ്റ്സ് മോഷ്ടിച്ച ചരിത്രം ആർക്കാനുള്ളത്? ഓക്കെ, എഴുതി നോട്ടെ. ഇവ ചോക്ലേറ്റ് ഒന്നല്ല, എല്ലാം മോട്ടിക്കും. പിന്നെ ഒരിക്കൽ ഏതൊരു ബിസ്ക്കറ്റ് എന്നിട്ട് ഉറുമ്പ് അടിച്ച് ഇവിടെ ഉയർത്തിരിക്കുകയായിരുന്നു. മോട്ടിച്ച അങ്ങനല്ല, ഞാൻ ചോദിക്കാതെ ഇല്ല. കട്ട് തിന്നുന്ന വെച്ചാൽ എല്ലാരും ഉറങ്ങി കഴിയുമ്പോ എടുക്കുന്ന ആ കട്ട് തിന്നുന്ന. ഞാൻ ആരും ഇല്ലേലും കട്ട് തിന്നുന്ന തന്നെയാടാ. ആരും വല്ലപ്പോഴും പോയി കട്ട് തിന്നും. ഇപ്പൊ അങ്ങനെ കട്ട് തിന്നത്തൊന്നുമില്ല. ഞാൻ നേരിട്ട് പോയി അല്ലാതെ എടുത്ത വഴക്ക് പറയോ? എടാ ഇന്ന് കഴിച്ചാൽ മതി അങ്ങനെയൊക്കെ പറയോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ കക്കേണ്ട ആവശ്യം നമുക്ക് ബേസിക്കലി വരുന്നില്ല. ഞാൻ 8 ഇവന്റെ കണ്ണ് വെട്ടിച്ച് നീ കട്ട് തിന്നുമായിരിക്കും. ഞങ്ങള് രണ്ടും കക്ക് വരുന്നു. പണ്ട് പഞ്ചസാര കട്ട് തിന്നുമായിരുന്നു. പണ്ടെന്ന് വെച്ചാൽ 4 വർഷം അങ്ങാനായിട്ടുള്ള അമ്മ വരുന്നുണ്ടോ നോക്കും. ഞാൻ ഈ വാതൊക്കെ ഇങ്ങനെ നോക്കും. 7 പഠിക്കുന്ന സമയത്ത് ഇവൻ രസാ, ഭയങ്കര രസാ. എന്നിട്ട് ഞാൻ പോയി കഴിക്കുമ്പോ ഇവൻ നോക്കും. അതുണ്ട്, അത് ബൂസ്റ്റ് ഹോർലിക്സ് കട്ട് തിന്നും. പഞ്ചസാര ആയിരുന്നു പണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ പഞ്ചസാര കഴിച്ചാ ക്യാൻസർ ഇതൊക്കെ കണ്ടപ്പോ പേടിയായി. ഇപ്പൊ ഷുഗർ കട്ടാണോ? ഷുഗർ കട്ടൊന്നും അല്ല. ഷുഗർ കട്ടാണ് പിന്നെ ഞാൻ ഷുഗർ കട്ടില്ല, നമ്മള് പഞ്ചാര കട്ട് വായുവിൽ ഉറങ്ങി തരും. ഷുഗർ കട്ട് ചെയ്ത. ഓക്കെ, ശരി. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ആണോ? നിങ്ങൾ രണ്ടുപേരിൽ ഏറ്റവും കൂടുതൽ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ളത് ആരാണ്? അത് അങ്ങനെ ചോദിച്ചാ എന്റെ മനസ്സിലൊരു ഉത്തരവുണ്ട്, നോക്കട്ടെ ശരിയാണോ. ബ്യൂട്ടി കോൺഷ്യസ് അല്ല. എന്നാലും രണ്ടുപേരും എന്റെ മനസ്സിലും എവിനായിരുന്നു. അല്ല, ഞാൻ ഇപ്പൊ ഇവൻ ഇപ്പോഴും പറയാം ഇവന് കഷണ്ടി ആയെന്ന്. അതെ, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട്. ഞാൻ അങ്ങനെയൊന്നും പറയട്ടൊന്നുമില്ല, പോടാ. ഇവൻ ഭയങ്കര ഇതാ, നീയും ഭയങ്കര ഇതാ. ഇവൻ അതായത് എപ്പോ നോക്കിയാലും പിള്ളേർക്ക് നോക്കാൻ മുടി മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. നമുക്കെല്ലാം നോക്കാം. അല്ല, ചീകി ഒന്ന് സെറ്റ് ആവാൻ കോൺഫിഡൻസ് പറയുന്ന മുടിയാ. സ്കിന്ന് നോക്കാം, ഹെയർ നോക്കാം, പക്ഷെ ബേസിക് ആയിട്ട് ആമ്പിള്ളേര് മുടിയാണ് അമ്മമാരെല്ലാം. അതില്ലാത്തവർക്ക് പിന്നെ ബാക്കി അതാ, അതില്ലെങ്കിൽ ഒരു ഞാൻ അത്ര വലിയ സത്യം പറ, ശരിക്കും ആരാണ് ബ്യൂട്ടി കോൺഷ്യസ്? എന്നെക്കാളും കൂടുതൽ. അല്ല, ഞാൻ ഡ്രസ്സിൽ ഭയങ്കര അതൊക്കെ നമുക്ക് ബ്യൂട്ടിയില് ഷൂ പറഞ്ഞു. നീ എന്താ ഇങ്ങനെ? ഞാൻ അങ്ങനെ വലിയ മറ്റേ വീട്ടിൽ വന്നിട്ട് നമുക്ക് മറ്റേ തൈര് മാവൊക്കെ എടുത്ത് അല്ല, അതില്ല, ആ പരിപാടിയില്ല. ഞാൻ വെളിയിൽ പോകുമ്പോ ഇവൻ ചോദിക്കും നീ എന്താ ഇങ്ങനെ. തിരിച്ചല്ലേ ചോദിക്കണ്ടേ? ഈ പ്രായത്തിൽ ആമ്പിള്ളേരൊക്കെ ഇങ്ങനെയാ. അതെ, അങ്ങനെ ചെയ്യണം. സ്പ്രേ ഒക്കെ അടിക്കുന്നതിന് നീ എന്തിനാണ് ഇത്ര സ്പ്രേ അടിക്കുന്നത്? അത് ഈ അറ്റം വരെ മണം വരും. അത്രയ്ക്കും ഇല്ല ചേട്ടാ. നിന്നെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ടല്ല അവനെ അല്ല ചെയ്യുന്നത്. നിന്നെ ഉദ്ദേശിച്ചിട്ടല്ല അവൻ സ്പ്രേ അടിക്കുന്നത്. ഞാൻ ഇപ്പൊ ഈ ഏത് ഉടുപ്പിടണമെന്ന് പോലും ഇവന് വലിയ ധാരണയില്ല. ഇത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ ഇട്ടാ പോലും. ഞാൻ അങ്ങനെ ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി ജീവിക്കുന്ന അങ്ങനൊന്നുമില്ല. ഞാൻ ചുമ്മാ എനിക്കിഷ്ടം ഉടുപ്പ്, ഇങ്ങനെ എന്തേലും ഉടുപ്പ്, ഷൂസ് ഒക്കെ ഞാൻ ഏതായാലും ഒന്ന് ഇട്ടോണ്ട് പോകും. ഞാൻ വലിയ പരിപാടി. അതെ, ഓക്കെ, എനിക്ക് അതിന് യാതൊരു കുഴപ്പമില്ല. ഞാൻ അപ്പൊ നിങ്ങള് മൊത്തത്തില് ഞാൻ പറഞ്ഞുതരാം, ഒരു 4 ക്വസ്റ്റ്യൻ ആണ് ഒരുപോലെ പറഞ്ഞിട്ടുള്ളത്. ഇതൊരു അര തന്നൂടെ? രണ്ട് കള്ളത്തരം കാണിച്ചവിടെ. നീ രണ്ടും എഴുതി. ഓക്കെ, അല്ല എന്താ സമ്മാനം? അത് ലാസ്റ്റ് വരുമായിരിക്കും. വരൂലേ? വരും, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആ സെഗ്മെന്റ് വളരെ വിജയകരമായി നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഓക്കെ,